എല്ലാവർക്കും മിനിസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് അഗ്ലോണിമയുടെയും കലാത്തിയുടെയും കോംബോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ കൊറിയർ ചെയ്യുന്ന DTDCയും പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കോംബോയിലെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇത് അധികം പൊക്കം വെക്കില്ല. റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ഒരു മീഡിയം സൈസ് ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ്. സെക്കൻഡ് പ്ലാന്റ് ഗ്രീൻ ലിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൈഡിലൊരു പുതിയൊരു ഷൂട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ കയറി വരും. ഇതിലിപ്പോൾ ചെറുതായിട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ടുള്ള ഭാഗത്ത് പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരും. അപ്പോൾ ഗ്രീൻ ലിസയാണ് രണ്ടാമത്തെ പ്ലാന്റ്. മൂന്നാമത്തെ പ്ലാന്റ് വൈറ്റ് ലെക്കാച്ചിയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ലെക്കാച്ചിയുടേതും. ഈ ഒരു 3 പ്ലാന്റ്സ് ആണ് ആദ്യത്തെ കോംബോയിൽ വരുന്നത്. റെഡ് ഏഞ്ചൽ, ഗ്രീൻ ലിസ, വൈറ്റ് ലെക്കാച്ചി. ഇത് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 500 രൂപയാണ്. കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും. സെക്കൻഡ് കോംബോയിലെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ്. ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ഒരു മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ്. ഫ്ലവറൊക്കെ വന്ന് നല്ല മെച്യൂർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് വരുന്ന ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് റോട്ടാൻഡം ടൈഗറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. നല്ല ലൈൻസൊക്കെ കയറി നല്ലൊരു ഗ്രീനിൽ ഒരു റെഡ് ലൈൻസ് വരുന്നൊരു പ്ലാന്റ് ആണ് റോട്ടാൻഡം ടൈഗർ. ഇതിനിപ്പോൾ ഷൂട്ട് ഇതിൻ്റെ 2 ഷൂട്ടുകൾ 2 സൈഡിലും വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ 7 cm ബോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ റോട്ടാൻഡം ടൈഗർ. മൂന്നാമത്തെ പ്ലാന്റ് പിങ്ക് സോഡിൻ്റെ ഈ ഒരു സൈസ് ഒരു മീഡിയം സൈസാണ്. മീഡിയം സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത്. ഈ ഒരു 3 പ്ലാന്റ്സ് ആണ് രണ്ടാമത്തെ കോംബോയിൽ വരുന്നത്. ബ്യൂട്ടി റെഡ്, റോട്ടാൻഡം ടൈഗർ, പിങ്ക് സോഡ്. തേർഡ് കോംബോയിൽ വരുന്ന പ്ലാന്റ്സിൽ ഫസ്റ്റ് വരുന്നത് പപ്പായയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ് പപ്പായയുടെ വരുന്നത്. ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് പപ്പായയുടെ. രണ്ടാമത്തെ പ്ലാന്റ് പിങ്ക് ഡാൽമെൻഷൻ. ഈ ഒരു സൈസൊക്കെ വരുന്ന പിങ്ക് ഡാൽമെൻഷൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിലും ഷെയ്ഡൊക്കെ കയറി തുടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. മൂന്നാമത്തെ പ്ലാന്റ് പിങ്ക് ഇലയിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ഒരുപാട് ലീവ്സോട് കൂടിയുള്ളൊരു ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സ് ആണ് മൂന്നാമത്തെ കോംബോയിൽ വരുന്നത്. പപ്പായ, പിങ്ക് ഡാൽമെൻഷൻ, പിങ്ക് ഇലയിൻ. ഇതിനും 500 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ്. ഫോർത്ത് കോംബോയിലെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് റെഡ് വാലൻറ്റൈൻ്റെ നല്ല മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ്. നല്ല റെഡ് കളർ കയറിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് ഫ്ലവറൊക്കെ വന്ന് നല്ല മെച്യൂർഡ് പ്ലാന്റ് ആണ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റെഡ് വാലൻറ്റൈൻ. രണ്ടാമത്തെ പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ ഒരു മീഡിയം സൈസ് വരുന്നൊരു പ്ലാന്റ് ആണ്. മൂന്നാമത്തേത് പിങ്ക് അറോറയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം സൈസൊക്കെ ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ ഒരു ഷൂട്ട് കൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പിങ്ക് അറോറയാണ് മൂന്നാമത്തെ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സ് ആണ് നാലാമത്തെ കോംബോയിൽ വരുന്നത്. റെഡ് വാലൻറ്റൈൻ, സൂപ്പർ വൈറ്റ്, പിങ്ക് അറോറ. സെയിം റേറ്റ് തന്നെയാണ് അതിനും വരുന്നത്. 500 സെപ്പറേറ്റ് കൊറിയർ ചാർജും. അടുത്തത് കലാത്തിയുടെ കോംബോകളാണ്. 2 കോംബോസാണ് നമ്മൾ കലാത്തിയുടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോംബോയിൽ വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് പ്ലാന്റ് വിറ്റാറ്റയാണ്, കലാത്തിയ വിറ്റാറ്റ. വിറ്റാറ്റയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇത് ഡബിൾ ഷൂട്ടാണ് വരുന്നത്. ഇതേ കണ്ടില്ലേ, ഒരു ഷൂട്ട് കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. ഡബിൾ ഷൂട്ട് വരുന്ന വിറ്റാറ്റയുടെ പ്ലാന്റാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് പ്ലാന്റ് ഗലാത്തിയയുടെ പീക്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത്. ഒരു 4 ലീഫ് 5 ലീഫൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. ഇതിന് ദേ ഒരു ഷൂട്ടൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന വെറൈറ്റികളാണ് ഇതെല്ലാം. തേർഡ് പ്ലാന്റ് ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതിന് ഹൈറ്റ് ഒരുപാടില്ല, എന്നാലും നമ്മൾ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് ബ്യൂട്ടി സ്റ്റാറിൻ്റെ വരുന്നത്. അടുത്തത് നാലാമത്തെ പ്ലാന്റ് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ വലുപ്പം കണ്ടില്ലേ. ഇതിനും ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് തന്നെയാണ്. ഈ വെറൈറ്റീസൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന കലാത്തിയ വെറൈറ്റീസാണ്. അഞ്ചാമത്തെ പ്ലാന്റ് ഗ്രീൻ ക്രിംസൺ ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്നുണ്ട്. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 3 ലീഫൊക്കെയാണ് വരുന്നത്, പക്ഷേ നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ആദ്യത്തെ കോംബോയിൽ ഈ ഒരു 5 വെറൈറ്റി കലാത്തികളാണ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 450 രൂപയാണ്. നമ്മൾക്ക് കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും. അടുത്ത കോംബോയിൽ വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇലുസ്ട്രീസിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. 2 ലീഫൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം വലിയ ലീഫ് തന്നെയാണ്. സെക്കൻഡ് പ്ലാന്റ് യെല്ലോ ഫ്യൂഷൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റികളല്ല. തേർഡ് പ്ലാന്റ് വിറ്റാറ്റയാണ്. വിറ്റാറ്റയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ്. ഫോർത്ത് പ്ലാന്റ് ലിപ്സ്റ്റിക്കാണ്. ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതിന് ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഷൂട്ട് വരുന്നുണ്ട്, വേറെ ഒരു ഷൂട്ട് കൂടെ വരുന്നുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അടുത്ത അഞ്ചാമത്തെ പ്ലാന്റ് റുസ്കോ, കലാത്തിയ റുസ്കോയാണ്. റുസ്കോയുടെ പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല റേറ്റൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റികളല്ല, നല്ല റെയറായിട്ടുള്ള പ്ലാന്റാണ് റുസ്കോ വരുന്നത്. അഞ്ചാമത്തത് റുസ്കോയാണ് വരുന്നത്. ആറാമത്തെ പ്ലാന്റ് റെഡ് ആപ്പിൾ ആണ്. റെഡ് ആപ്പിളിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതിനും നമുക്ക് ഡബിൾ ഷൂട്ട് വരുന്നുണ്ട്. ഇത് ഒരു ഷൂട്ട്, ഇതൊരു പുതിയൊരു ഷൂട്ട് കൂടെ വന്നിട്ടുണ്ട്. റെഡ് ആപ്പിളിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അടുത്തത് മെഡാലിയൻ ആണ്. മെഡാലിയൻ്റെ നല്ല ഹൈറ്റുള്ളൊരു പ്ലാന്റാണ്. ഒരു 3 ലീഫ് 4 ലീഫൊക്കെ വരുന്നുണ്ട്, പക്ഷെ നല്ല ഹൈറ്റാണ് ഇതിന് വരുന്നത്. ഇതാണ് മെഡാലിയൻ. ഇതിനും ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഷൂട്ട്, പിന്നെ ഇതിൻ്റെ സൈഡിൽ വേറൊരു ഷൂട്ട് കൂടെ വരുന്നുണ്ട്. അടുത്തത് എട്ടാമത്തെ പ്ലാന്റാണ് ഒർണാട്ട. കലാത്തിയ ഒർണാട്ടയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റിലൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതൊരു 4 ലീഫൊക്കെ വരുന്നുണ്ട്. ഇതൊരു പുതിയൊരു ഷൂട്ട് വന്നതാണ്. അപ്പോൾ ഇതും ഡബിൾ ഷൂട്ടൊക്കെ തന്നെയാണ് വരുന്നത്.
കലാത്തിയ ഓർണാട്ട. അടുത്ത പ്ലാന്റ് 9ാമത്തെ പ്ലാന്റ് റാറ്റിൽ സ്നേക്കാണ്. റാറ്റിൽ സ്നേക്കിൻ്റേതും ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഷൂട്ടും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഷൂട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന വെറൈറ്റികളാണ് റാറ്റിൽ സ്നേക്കൊക്കെ. അടുത്ത പ്ലാന്റ് ഫ്രെഡിയാണ്. ഫ്രെഡിയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഒരു 4-5 ലീവ്സ് ഒക്കെ വരുന്നുണ്ട് ഫ്രെഡിയുടെ. കലാത്തിയ ഫ്രെഡി. അപ്പോൾ ഈ ഒരു 10 കലാത്തിയ വെറൈറ്റീസാണ് നമ്മൾ കോംബോയിൽ വരുന്നത്. ഇതിന് റേറ്റ് 850 രൂപയാണ്. കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ അഗ്ലോണിമയുടെയും കലാത്തിയുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കോംബോയ്ക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഏത് കോംബോയാണോ വേണ്ടത് അതിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി. അഗ്ലോണിമയുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് വേറെ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. അതുപോലെ കലാത്തിയും പിന്നെ വേറെ കുറേ വെറൈറ്റീസൊക്കെ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.